നമ്മൾ കുട്ടികൾ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബനാന, സി ഫോർ സവർക്കർ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇനി മുതൽ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, അല്ലാത്തവരൊക്കെ ഇറങ്ങിപ്പോയിക്കോളി, പഠിക്കേണ്ട വിദ്യാഭ്യാസമൊന്നും വേണ്ട. അതും ഇടപെടാൻ സാധിക്കും. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കേന്ദ്രത്തിനും ഇടപെടാം, സംസ്ഥാനത്തിനും ഇടപെടാം. നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കും, ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇഷ്ടമില്ലാത്തതിൽ പഠിക്കണം, പഠിച്ചില്ല. ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനല്ലേ ഞങ്ങൾക്ക് ഇത്ര മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾ താഴെ ഇറക്കി സുരേട്ടൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കൊടുന്നു കുത്തിക്കയറ്റിയതൊന്നുമല്ല. ബി വി സവർക്കർ രാജ്യസ്നേഹിയാണ്, ധീരയോദ്ധാവ്. കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന നിയമങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? വളച്ചൊടിച്ചതൊന്നുമല്ല, തിരിച്ചു മറിച്ചതാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടു എന്നൊന്നും പറയരുത്, മരണപ്പെട്ടു, സോഫ്റ്റായിട്ട് പറയണം. അല്ല വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ ഹിന്ദു മഹാസഭയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു തീവ്ര ചിന്താഗതി വന്നു. അതൊന്നും പാടില്ല. നമ്മൾ കുട്ടികളൊക്കെ ശാന്തമായിട്ട് പഠിക്കണം. അതുപോലെ ഗുജറാത്ത് കലാപങ്ങളാണ്. കലാപങ്ങളൊന്നും കുട്ടികൾ പഠിക്കാൻ പാടില്ല. കലാപങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കലാപ ചിന്തകൾ വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും പഠിക്കാൻ പാടില്ല. അതൊക്കെ RSSൻ്റെ ശാഖയിൽ മാത്രം. പൊളിറ്റിക്സ് പാടില്ല, ഡെമോക്രസി പാടില്ല. ഇതൊന്നും കുട്ടിയോട് പഠിക്കേണ്ടതല്ല. ഇതൊക്കെ RSSൻ്റെ ശാഖയെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ കുട്ടികൾ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബനാന, സി ഫോർ സവർക്കർ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. ഇനി മുതൽ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, അല്ലാത്തവരൊക്കെ ഇറങ്ങിപ്പോയിക്കോളി, പഠിക്കേണ്ട വിദ്യാഭ്യാസമൊന്നും വേണ്ട. നമുക്കിതൊക്കെ UP ഇപ്പോൾ കണ്ടില്ലേ, അല്ലാത്തവർ വേണ്ട. അതുകൊണ്ടൊക്കെയാണ് UP ഒക്കെ ഇങ്ങനെ, അല്ലാതെ വേറൊന്നുമല്ല.